പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകോപനത്തിന് പരമാവധി ആയുധങ്ങൾ, അസ്ത്രങ്ങൾ KSU പ്രവർത്തകർ പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലെറിഞ്ഞു, വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. അപ്പോഴും പോലീസ് ജലപീരങ്കി എന്നത് അപ്പുറത്തേക്ക് മറ്റൊരു ആഴത്തിലേക്ക് ഒരു പ്രതിരോധ നടപടികളിലേക്ക് പോയിട്ടില്ല. ഷഫീദ്, നിയമസഭ അവിടെ സമ്മേളിക്കുന്നു, അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടരുന്നു. അതിനിടയിൽ KSU മാർച്ച് പുറത്ത് നടക്കുന്നു. പരമാവധി അത് പ്രകോപിപ്പിച്ചൊരു നടപടി, പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് KSUയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ഉള്ളിൽ അവരുടെ പ്രമുഖ നേതാക്കളടക്കമുണ്ട്. അല്പം പ്രശ്നമായാൽ അവർ അടക്കം ഇറങ്ങി വരാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴും സംയമനം പോലീസ് തുടരുമ്പോഴും പ്രവർത്തകർ ഏത് തരത്തിലാണ് അങ്ങോട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സുഹേല്, ഈ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പരമാവധി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ വരുൺ വാഹനത്തെ നോക്കി കൂക്കി വിളിക്കുന്ന KSU പ്രവർത്തകരും കല്ലെറിയുന്ന KSU പ്രവർത്തകരും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു തെരുവ് യുദ്ധം ഉണ്ടാക്കാൻ പരമാവധി KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് തുടർച്ചയായി 2 മിനിറ്റിലധികം സമയം ഈ ജലപീരങ്കി പ്രയോഗം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും KSU പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരുന്ന വരുൺ വാഹനം അത് മാറ്റി പുതിയ വരുൺ വാഹനം ഇവിടേക്ക് എത്തിക്കുകയാണ് പോലീസിന്റെ നീക്കം. അങ്ങനെ ഒരു മണിക്കൂറോളം സമയവുമായി നിരന്തരം ഈ KSU പ്രവർത്തകർ പോലീസിനെ പ്രൊവോക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതുവരെ പോലീസ് ഈ ജലപീരങ്കി പ്രയോഗമല്ല, ഇതിനുള്ള 14 തവണയാണ് പോലീസ് ഈ കഴിഞ്ഞ 1 മണിക്കൂറിനിടയിൽ നിയമസഭയ്ക്ക് മുൻപിലെ KSU മാർച്ചിനെതിരെ ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. വീണ്ടും പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നുണ്ട്. വീണ്ടും വലിയ കല്ലുകളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് കല്ലെറിയുന്ന KSU പ്രവർത്തകരെ കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങൾ കൊണ്ട് പോലീസിനെ നേരിടുന്ന ഈ KSU പ്രവർത്തകരാണ്. പക്ഷേ ജലപീരങ്കി പ്രയോഗത്തിനപ്പുറം മറ്റ് പ്രൊവോക്കേഷനിലേക്ക് ഇതുവരെയും പോലീസ് പോയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരമാവധി സംയമനം ഈ പോലീസ് പാലിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രകോപനം അത് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു തെരുവ് യുദ്ധത്തിന്റെ സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ പോലീസ് ഇതുവരെയും തിരിച്ച് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു നീക്കം, സെക്കൻഡ് റൗണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് വരേണ്ടത് ടിയർ ഗ്യാസ് ആണ്. പക്ഷേ ആ ടിയർ ഗ്യാസിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പകരം ഏതാണ്ട് 14 തവണയോളം ജലപീരങ്കി പ്രയോഗിക്കുന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. മാത്രമല്ല KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഒക്കെ ഇവിടെയുണ്ട്. അവരാണ് കല്ലെറിയതെന്ന് ഈ പ്രവർത്തകരോട് പറയുമ്പോൾ പക്ഷേ പ്രവർത്തകരാകട്ടെ അതിന് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പോലീസ് വാഹനത്തിന് നേരെ കല്ലേറ്, വീണ്ടും വരുണിന് നേരെ തുടർച്ചയായി കല്ലേറുണ്ടാകുക. 40-ലധികം തവണ പോലീസ് വാഹനത്തിന് നേരെ തുടർച്ചയായി കല്ലേറുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ കുറച്ച് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകരെ അന്വയിപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സെക്രട്ടേറിയറ്റിന് നിയമസഭയ്ക്ക് മുൻപിൽ ഈ രീതിയിൽ കയ്യാങ്കളിയും കാര്യങ്ങളുമായി KSU മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ ഇതുവരെയും സംയമനം വിട്ടിട്ടില്ല. പോലീസ് ജലപീരങ്കിക്കപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടുമില്ല. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.